ഹലോ, ഈ വർഷത്തെ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് എബ്രോഡ് അഥവാ ദാസ സ്കീം എന്നറിയപ്പെടുന്ന പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ബ്രോഷറിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ പുതിയതായിട്ട് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ വർഷം ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ദാസ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ന്യൂമററി റിസർവേഷൻ ആണ്. NITs, IITs ഇല്ല, പകരം NITs, അതുപോലെ തന്നെ IIEST, IIITs, SPAs, അതുപോലെ അതർ GFTAs എല്ലാം പങ്കെടുക്കുന്ന ആൻഡ് ഫ്യൂ അതർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ദാസ വഴിയുള്ള അഡ്മിഷൻസ്. ഇതിൽ തന്നെ CIWG എന്ന് പറയുന്ന 8 GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ അവിടെ +1 +2 പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5% റിസർവേഷൻ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തവണ ഈ ഒരു സമയത്ത് നമുക്കറിയാം, ദാസ സ്കീം ഒരു ഭാഗത്ത് അഡ്മിഷൻ നടക്കാറുണ്ട്, അതിന് പാരലായിട്ട് CSABയുടെ സ്പെഷ്യൽ റൗണ്ടുകൾ നടക്കാറുണ്ട്. ഈ പ്രാവശ്യം ഈ 2 പ്രോസസ്സുകളിലേക്കും ഒരു സിംഗിൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിംഗിൾ രജിസ്ട്രേഷനിലൂടെ ഒരു സ്റ്റുഡൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ദാസ കോട്ട വഴി അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാം, അതുപോലെ CIWG വഴി അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാം, CSAB വഴിയും അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ദാസ സ്കീമിൻ്റെ എലിജിബിലിറ്റി നമുക്കറിയാം, ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സീറ്റുകൾ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. സോ പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് +1 +2 ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആ ഒരൊറ്റ രജിസ്ട്രേഷനിലൂടെ സീറ്റുകൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ വർഷത്തെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കാനുണ്ട്, അതാണ് ഈ ഒരു ബ്രോഷറിലൂടെ പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വർഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കലയാണ് നമ്മുടെ ദാസ സ്കീമിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം നടത്തുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നാഷണാലിറ്റി, കാൻഡിഡേറ്റ്സ് ഹൂ ആർ ഓഫ് ഫോറിൻ നാഷണൽസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏജ് കാറ്റഗറി പറയുന്നത് കാൻഡിഡേറ്റ്സ് ബോൺ ഓൺ ഓർ ആഫ്റ്റർ October 1, 2000 ആർ എലിജിബിൾ എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആസ് റെക്കോർഡഡ് ഇൻ ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡ്, 10th ക്ലാസ് 10th അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ക്രൈറ്റീരിയ ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അക്കാഡമിക് എലിജിബിലിറ്റി, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് വാലിഡ് JEE മെയിൻ റാങ്ക്. ഇതാണ് ദാസ അല്ലെങ്കിൽ CIWG വഴി അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ JEE മെയിൻ എഴുതിയിട്ടുണ്ടാവണം, അതിലൊരു വാലിഡ് റാങ്ക് ഉണ്ടാവണം. പലപ്പോഴും കഴിഞ്ഞ വർഷത്തെ ദാസയുടെ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം ഒക്കെ ഓൾ ഇന്ത്യ റാങ്ക് വന്ന കുട്ടികൾക്ക് NITസിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വാലിഡ് റാങ്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഇൻ അഡീഷൻ, കാൻഡിഡേറ്റ്സ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ പെർഫോമൻസ് ഇൻ ക്ലാസ് 12. അതായത് 12th എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഫ്രം എനി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നമ്മൾ +2 പ്രോപ്പറായിട്ട് പാസ്സായിട്ടുണ്ടാവണം എന്നുള്ള എല്ലാവർക്കും അറിയുന്ന ക്രൈറ്റീരിയ തന്നെയാണ്. BE BTech പ്രോഗ്രാമിലേക്ക് നമ്മൾ മാത്തമാറ്റിക്സും ഫിസിക്സും ആൻഡ് വൺ ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്സ് ഫ്രം ബയോടെക് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ബയോളജി ഓർ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളായിരിക്കണം ഇൻ ക്ലാസ് 12 വിത്ത് 75% മാർക്ക് ഈ 3 സബ്ജക്റ്റിലും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് 12 75% മാർക്ക് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ 3 സബ്ജക്റ്റുകളിൽ ഒന്ന് ഫിസിക്സും മാത്സും ഉണ്ടായിരിക്കണം, പിന്നെ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം 3ാമത്തെ സബ്ജക്റ്റ് ആയിട്ടും ഉണ്ടാവണം. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, +2 3 സബ്ജക്റ്റ് മാത്രമല്ല ഉണ്ടാവുക, 4ാമത്തെ 5ാമത്തെ സബ്ജക്റ്റുകൾ എന്തായാലും മിനിമം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓൾറെഡി അറിയുന്നതാണ്. ഇനി B ആർക്കിലേക്കാണെന്നുണ്ടെങ്കിൽ, no candidate shall be admitted to architecture course unless she or he has passed 10+2 scheme of examination with physics, chemistry and mathematics. Okay, PCM പഠിച്ച ആളുകൾക്കാണ്. അതുപോലെ തന്നെ candidate should have scored 75% mark in aggregate in the qualifying examination. So basically നമുക്ക് പറയാം, +2 75% മാർക്ക് ഉണ്ടായിരിക്കണം, അത് 5 സബ്ജക്റ്റുകൾക്കും കൂടെയുള്ള ഫൈനൽ +2 മാർക്ക് 75% ഉണ്ടായിരിക്കണം, പിന്നെ അതിൽ 3 സബ്ജക്റ്റുകൾ PCM പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, ഓൾ ഫോറിൻ നാഷണൽ സ്റ്റഡിയിങ് ഇൻ എനി കൺട്രി ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഓർ ഇന്ത്യൻ നാഷണൽസ്, ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലോ പുറത്തോ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദാസ അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് NRIs ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അവർ +1 +2 ഗൾഫിൽ തന്നെ പഠിച്ചാൽ മാത്രമാണ് CIWGയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാസയിലുള്ള എല്ലാ സീറ്റുകളും ദാസ ജനറൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് റിസർവേഷൻ ഒന്നും അവിടെ ഇല്ല. OBC, EWS തുടങ്ങിയ റിസർവേഷൻ ഒന്നും ദാസ എന്ന് പറയുന്ന പ്രോഗ്രാമിലില്ല. അതുപോലെ ഫീമെയിൽസിന് സൂപ്പർ ന്യൂമററി സീറ്റുകളൊന്നും ദാസ സ്കീം വഴി ഇല്ല. ആകെ ഉള്ളത് 15% സീറ്റ്, അതാണ് സൂപ്പർ ന്യൂമററി കോട്ട ഓഫ് ദാസ. ആ 15-ൽ 5% സീറ്റ് എന്താണ്, റിസർവ്ഡ് ഫോർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ്, CIWG എന്ന് പറയുന്ന സ്കീം. ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊരു ഇന്ത്യയിലെ ഒരു സ്റ്റുഡൻറ്റ് JEE മെയിൻ വഴി NITയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള സെയിം ഫീസ് കൊടുത്താൽ മതി CIWG വഴി. നേരെ മറിച്ച് നമ്മൾ ദാസ സ്കീം വഴി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഹയർ ഫീസിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരിക. അതിൽ തന്നെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാർക്ക് കൺട്രീസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ $2,000
ആണ് ഒരു സെമസ്റ്ററിന് ഫീസ് പേ ചെയ്യേണ്ടി വരിക. നോൺ സാർക്ക് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ $4,000 ഒരു സെമസ്റ്ററിന് പേ ചെയ്യണം. എന്നാൽ CIWG കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലെ കുട്ടികൾ പേ ചെയ്യുന്ന ഒരു സെമസ്റ്ററിന് 62,500 rupees തന്നെ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ബേസിക്കലി ഇതാണ് ആ ഗൾഫ് കൺട്രീസ്. CIWGയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ UAE, ബഹ്റൈൻ, ഇറാഖ്, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളിൽ +1 +2 പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. നിങ്ങളുടെ പാരന്റ് എന്ത് ചെയ്തിരിക്കണം, ഈ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിരിക്കണം. അതുപോലെ ഡ്യൂറിംഗ് സീറ്റ് അലൊക്കേഷൻ ഇൻ റൗണ്ട് 3 എനി വേക്കൻറ്റ് സീറ്റ് ഔട്ട് ഓഫ് ദ 5% റിസർവ്ഡ് ഫോർ CIWG ഷാൽ ബി റിവേർട്ടഡ് ടു നോൺ CIWG സീറ്റ്സ്. അപ്പോൾ 3 റൗണ്ട് ഓഫ് അലോട്ട്മെന്റുകൾ ഉണ്ടാകുമെന്നാണ് ഇത്തവണ പറഞ്ഞിട്ടുള്ളത്. അത് കമ്പൈൻഡ് ആയിട്ടാണ് CSAB, ദാസ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇത്തവണത്തെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കാൻ പോകുന്നത്. ഇനി ഇൻ കേസ് സീറ്റുകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് നോൺ CIWG സീറ്റാക്കി മാറ്റും. ലാസ്റ്റ് റൗണ്ടിന്റെ കാര്യമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദാസ സീറ്റ് അലൊക്കേഷൻ പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞാൽ പേയ്മെന്റ് ഓഫ് ദാസ എൻറോൾമെന്റ് ഫീ നമ്മൾ കൃത്യമായിട്ട് അടക്കണം. അപ്പോൾ ദാസ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എൻറോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് CIWG ആവട്ടെ, സാർക്ക് കൺട്രീസ് ആവട്ടെ, നോൺ സാർക്ക് ആവട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും $300 ആയിട്ട് നമുക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി പേ ചെയ്യണം. അതുപോലെ അപ്ലോഡ് ദ ഡോക്യുമെന്റ്സ് നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്യണം. സീറ്റൊക്കെ കിട്ടുന്നതിന്റെ മുന്നേ തന്നെ ദാസ അലൊക്കേഷൻ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ സീറ്റൊക്കെ അലോട്ട് ചെയ്ത് കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് റെസ്പോണ്ട് ടു ക്വയറീസ് ആദ്യമേ നമ്മൾ ചെയ്ത് തീർക്കണം. പേയ്മെന്റ് ഓഫ് ബാലൻസ് DEF ഇഫ് ആപ്ലിക്കബിൾ, ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ്. സോ ചുരുക്കി പറഞ്ഞാൽ ദാസ സ്കീം വഴി നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ്റെ ഒരു ഫീസ് ഉണ്ട്. അത് കൂടാതെ തന്നെ എന്തുകൊണ്ട് ആദ്യത്തെ സെമസ്റ്ററിന്റെ ഫീസും നമ്മൾ ആദ്യമേ പേ ചെയ്യണം. അപ്പോൾ ആ ഫീസ് എല്ലാം പേ ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ചോയ്സ് ഫില്ലിങ്ങിലേക്കൊക്കെ പോയിട്ട് നമുക്ക് റൗണ്ട് 1 അലോട്ട്മെന്റ് കിട്ടുക. റൗണ്ട് 1 കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആണ്. ഓൺലൈൻ റിപ്പോർട്ടിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലോട്ട് ചെയ്യാം, സ്ലൈഡ് ചെയ്യാം തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസ് ചെയ്യാം. അങ്ങനെ റൗണ്ട് 2ലേക്ക് പോകാം. റൗണ്ട് 3 ഉണ്ട് ഇത്തവണ. So all allotments are presumed to be accepted. Physical reporting at the admitting institute. ഒരു ഓഗസ്റ്റിലൊക്കെയാണ് എന്തുണ്ടാവുക, ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കാം. ഈച്ച് ഓഫ് ദി അബവ് സ്റ്റേജസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ഫോളോയിങ് ക്ലോസ്. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മുടെ ദാസയുടെ സ്റ്റെപ്പുകൾ. അത് ജോസ അലോട്ട്മെന്റിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസും അതുപോലെ തന്നെ ഡോക്യുമെന്റ് അതിന്റെ വെരിഫിക്കേഷൻ ഇതൊക്കെ ആദ്യമേ തീർത്തതിന് ശേഷമാണ് നമുക്ക് റൗണ്ട് 1 അലോക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക, ഓൾ ദാസ എലിജിബിൾ കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ടു participate in DASA seat allotment process are required to log into DASA and CSAB special. രണ്ടിനും കൂടെ ഒരൊറ്റ രജിസ്ട്രേഷൻ ആണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഹെൽപ്ഫുൾ ആണ്. 2 സ്ഥലത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടും വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വിൻഡോയിലൂടെ തന്നെ എല്ലാ സീറ്റുകളിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂസിങ് ദ സെയിം ക്രെഡൻഷ്യൽസ് ദാറ്റ് ദേ യൂസ്ഡ് ഇൻ JEE Main 2025. ലോഗിൻ വിത്ത് JEE Main അപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. നമ്മൾ JEE Mainൽ അപ്ലൈ ചെയ്ത അതേ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും റിസൾട്ടൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിച്ച സെയിം ക്രെഡൻഷ്യൽസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആഫ്റ്റർ ലോഗിങ് ഇൻ ദ കാൻഡിഡേറ്റ് മസ്റ്റ് proceed to further steps such as registration, payment of DASA enrollment fee, document uploadingലേക്കൊക്കെ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇഷ്യൂസ് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ഉണ്ടെങ്കിൽ ക്വറീസ് വരും. അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം കൃത്യമായിട്ട് ഡ്യൂറിംഗ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ്. ദ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കംപ്ലീഷൻ ആർ ഗിവൺ ബിലോ. അടുത്തതായിട്ട് നമ്മൾ ഫീ പേയ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ദാസയിലെ CIWG വഴി മാത്രം അപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ $300 നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ 62,500 rupees ആദ്യമേ നമ്മൾ പേ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ദാസ വഴി CIWG അല്ല, ദാസ സ്കീമിൽ നിങ്ങൾ നോൺ സാർക്ക് കൺട്രീസിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ +2 കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ $4,000 ആണ് ഒരു സെമസ്റ്ററിന്റെ ഫീസ് വരിക. നേരെ മറിച്ച് സാർക്ക് കൺട്രീസിൽ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ $300 എല്ലാവർക്കും കോമൺ ആണ്, $2,000 ആണ് ഫീസായിട്ട് വരിക. ഇനി സപ്പോസ് രണ്ടും ഒരാൾക്ക് CIWG അപ്ലൈ ചെയ്യുന്നുണ്ട്, കൂടെ ദാസയും അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ CIWG കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതലാണ്. ഫീസ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യും. എന്നാൽ അതിൽ സീറ്റ് കിട്ടിയില്ല. അപ്പം CIWG വഴി നിങ്ങൾക്ക് സീറ്റ് ഇല്ല, പകരം നിങ്ങൾക്ക് ദാസ സ്കീം വഴി സീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും കൂടെ അപ്ലൈ ചെയ്യാം. അതിന് നിങ്ങൾ ഈ ഒരു ടോട്ടൽ ഫീസാണ് അടക്കേണ്ടി വരിക. സോ ഫീസിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സപ്പോസ് ഒരു കുട്ടി CIWG പ്ലസ് ദാസ രണ്ടിലും അപ്ലൈ ചെയ്തു, പക്ഷേ ഫൈനലി അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ $4,300 പേ ചെയ്യണം ആദ്യമേ. അതിൽ പക്ഷേ നിങ്ങൾക്ക് ഫൈനലി CIWG സീറ്റാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഫൈനൽ അഡ്മിഷൻ ഇസ് ഗിവൺ ഇൻ CIWG കാറ്റഗറി, ബാലൻസ് എമൗണ്ട് ഓഫ് ദ ട്യൂഷൻ ഫീ വിൽ ബി റീഫണ്ടഡ്. അപ്പോൾ 2 കാറ്റഗറിയിലും അപ്ലൈ ചെയ്യുന്ന ആളുകൾ ആ മാക്സിമം ഫീസ് എന്ത് ചെയ്യണം, ആദ്യമേ അടക്കണം. എന്നിട്ട് നിങ്ങൾക്ക് CIWGയിൽ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും.
ഇനി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ ദാസ സ്കീം വഴി അഡ്മിഷൻ എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ലിസ്റ്റ് തന്നെ കാണാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്റ്റുഡൻറ്റിന് ഓൾറെഡി ജോസ അലോട്ട്മെന്റിൽ 6 റൗണ്ട് വഴി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വീണ്ടും CSAB അല്ലെങ്കിൽ ദാസ സ്കീം വഴി അഡ്മിഷന് വേണ്ടി ശ്രമിക്കുകയാണ്. ആൻഡ് അതിലൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ജോസയിൽ കിട്ടിയ സീറ്റ് നമുക്ക് നഷ്ടമാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. സോ നമുക്ക് ജോസ അലോട്ട്മെന്റ് വഴി കിട്ടിയ സീറ്റിനേക്കാൾ ഒരു ബെറ്റർ സീറ്റ് കിട്ടാൻ CSAB അല്ലെങ്കിൽ ദാസ വഴിയോ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സൂക്ഷിച്ച് വേണം ഓപ്ഷൻസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുറച്ചുകൂടെ താഴത്തെ സീറ്റ്, അതിനേക്കാൾ ലോവർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചോ കോളേജോ നമുക്ക് ദാസ സ്കീം വഴി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകാൻ. ഇനി ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ NITസും അതുപോലെ IIEST, ഷിബ്പൂർ എന്ന് പറയുന്ന കോളേജും ഈ പറയുന്ന കാറ്റഗറിയിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ടോട്ടൽ 31 കോളേജുകൾ നമുക്ക് അതിൽ കാണാം. ഇനി IIITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ് എന്നറിയപ്പെടുന്ന IIITs 13 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിസ്റ്റിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതർ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ളതും മറ്റു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ആസാം യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർപ്പറ്റ് ടെക്നോളജി ഉണ്ട്, അങ്ങനെ നിരവധി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പല സ്ഥലങ്ങളിലെ കോളേജുകളുണ്ട്. ന്യൂഡൽഹിയിലും ജമ്മു കാശ്മീരിലൊക്കെ ഉള്ള മൾട്ടിപ്പിൾ കോളേജുകൾ ആക്ച്വലി എന്താണ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ എല്ലാം ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, UIET പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻസ് ദാസ സ്കീം വഴി ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഡേറ്റുകളാണ്. ഈ 2 പ്രോസസ്സുകൾക്കും ദാസ ആൻഡ് CSAB സ്പെഷ്യൽ റൗണ്ടുകൾക്കുള്ള ഡേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ റിക്വസ്റ്റ് ഫോർ കാറ്റഗറി റെസ്റ്റോറേഷൻ CSABയുടെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ജൂലൈ 24 മുതലാണ് അതിൻ്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് ടു റെസ്പോണ്ട് ഫോർ ക്വറീസ് റിഗാർഡിംഗ് കാറ്റഗറി റെസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം സീറ്റ് നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ആ കാറ്റഗറി പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്ത് റെഡിയാക്കാനുള്ള സമയമാണ് ജൂലൈ 24, 25 എന്ന് പറയുന്ന ഡേറ്റുകൾ. ഡിസ്പ്ലേ ഓഫ് വേക്കൻസീസ് ആഫ്റ്റർ ജോസ റൗണ്ട്, സത്യം പറഞ്ഞാൽ അവിടെ മുതലാണ് നമ്മുടെ CSAB സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 30 ജോസയിലെ 6 റൗണ്ടും കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റുകളുടെ ലിസ്റ്റ് പുറത്തുവിടും. കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 10,000-ഓളം സീറ്റുകൾ ഈ പറയുന്ന NIT പ്ലസ് സിസ്റ്റത്തിൽ വേക്കൻ്റ് ആയി കിടക്കുകയായിരുന്നു. അതിനുശേഷം രജിസ്ട്രേഷൻ പേയ്മെന്റ് ഓഫ് ദാസ എൻറോൾമെന്റ് ഫീ അടച്ചുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ജൂലൈ 30 ഓർക്കുക. അപ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ന് പറ്റും, ജൂലൈ 30 പറ്റും. അപ്പോൾ ദാസയുടെ പ്രത്യേകത ആദ്യമേ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കാര്യമാണ്. ഇത്തവണ ഒരു മോക്ക് സീറ്റ് അലൊക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ തവണ ഇല്ലാത്തതാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇത്തവണ ഉണ്ട്. ഓഗസ്റ്റ് 3 ഈ പറയുന്ന എല്ലാ 3 ചാനൽസിലൂടെയും ഉള്ള അഡ്മിഷൻസിലെ മോക്ക് റൗണ്ട് കാണാൻ സാധിക്കാം. രജിസ്ട്രേഷൻ പേയ്മെന്റ് ഓഫ് DEF ഒക്കെ നടത്തേണ്ടത് ഓഗസ്റ്റ് 3 നമ്മൾ അത് കംപ്ലീറ്റ് ആക്കേണ്ടത്. റെസൊല്യൂഷൻ ഓഫ് പേയ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ഓഗസ്റ്റ് 4 വരെ സമയമുണ്ട്. ഇനി ദാസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ക്വറീസിനുള്ള റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് 6. അതുപോലെ ബാലൻസ് ഫീസ് അടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് 7. ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും കംപ്ലീറ്റ് എൻഡ് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 7. ആൻഡ് ഡേറ്റ എല്ലാം റീകൺസിൽ ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ ഓഫ് CSAB ആൻഡ് ദാസ സ്പെഷ്യൽ റൗണ്ട് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് 9. ഫസ്റ്റ് റൗണ്ട് വരുന്നത് ഓഗസ്റ്റ് 9. അതിനുശേഷം നമ്മൾ നമ്മുടെ വില്ലിംഗ്നെസ് എക്സസൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഫ്ലോട്ട് ഫ്രീസ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഏത് ഓപ്ഷനാണോ അത് നമ്മൾ ചൂസ് ചെയ്യണം. അതിനുവേണ്ടി ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 12 വരെ റൗണ്ട് 1 സമയം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ CSABയുടെ ക്വറീസിന്റെ പ്രത്യേകത ഈ പറയുന്ന റൗണ്ട് 1 കഴിഞ്ഞതിന് ശേഷമാണ് CSABയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജോസ പോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന്റെ ക്വറീസും അപ്ലോഡിങ് കാര്യങ്ങളാണ് ഓഗസ്റ്റ് 13 നടക്കുക. ആൻഡ് ഫൈനലി ഓഗസ്റ്റ് 14 റൗണ്ട് 2 റിസൾട്ട് വരും. റൗണ്ട് 2 റിസൾട്ടും കമ്പൈൻഡ് ആയിട്ടാണ് വരിക. ആ കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ 2 ദിവസം 14, 15, 16 ദിവസങ്ങളിൽ സമയമുണ്ട്. അതുപോലെ CSAB ആണെന്നുണ്ടെങ്കിൽ CSAB വഴി അഡ്മിഷൻ കിട്ടിയ ആളുകൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം, അതിന്റെ ക്വറീസ് അറ്റൻഡ് ചെയ്യാനും ഓഗസ്റ്റ് 17, 18 എന്ന് പറയുന്ന സമയങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ റൗണ്ട് 3 പോകും. ഓഗസ്റ്റ് 19 നമ്മുടെ റൗണ്ട് 3 ഓഫ് അലോട്ട്മെന്റ്. അതോടുകൂടി ഏകദേശം വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളൊക്കെ ഫില്ലാകും എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സീറ്റ് ഏകദേശം കൺഫേം ആയി. ഓഗസ്റ്റ് 22 എല്ലാ അലോട്ട്മെന്റുകളും തീർന്നുകൊണ്ട് ഈ വർഷത്തെ എന്താ പറയുക IITs ആൻഡ് NIT പ്ലസ് സിസ്റ്റം മുഴുവനായിട്ട് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നെ സ്പോട്ട് അലോട്ട്മെന്റുകളൊന്നുമില്ല. കോളേജിൽ പോയിട്ട് പിന്നെ അവിടുന്ന് അലോട്ട്മെന്റ് എടുക്കുന്ന സിസ്റ്റം ഒന്നും ഇല്ല എന്നുള്ളത് ഓർക്കുക. ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ടെൻഡേറ്റീവ് ഡേറ്റുകളാണ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് മാറും. ഒരു ഓഗസ്റ്റ് 20 മുതൽ 23 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എൻഡ് ഓഫ് ഓഗസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഈ വർഷത്തെ ദാസ പ്ലസ് CSAB സ്പെഷ്യൽ റൗണ്ടുകളിലെ ഡിഫറെന്റ് ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഓഗസ്റ്റിലാണ് കംപ്ലീറ്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്, നമ്മൾ കാത്തിരിക്കുന്ന ഡേറ്റ് ജൂലൈ 30 തന്നെയാണ്. ജൂലൈ 30 ഏതൊക്കെ സീറ്റുകൾ അവൈലബിൾ ആണെന്നുള്ളത് അറിയാൻ സാധിക്കാം.
അടുത്തത് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ വേണം? കാൻഡിഡേറ്റ്സിന്റെ പാസ്പോർട്ട് നിർബന്ധമായിട്ട് വേണം. നാഷണൽസ് ഓഫ് നേപ്പാൾ ഹു ഡു നോട്ട് ഹാവ് എ പാസ്പോർട്ട്, കോപ്പി ഓഫ് ഒതന്റിക്കേറ്റഡ് സിറ്റിസൺഷിപ്പ് ടു ബി സബ്മിറ്റഡ് എന്ന് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് വേണം. അതിന് ക്ലാസ് 10 ഓർ ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ബൈ ഗവൺമെന്റ് അതോറിറ്റീസ് വേണം. മാർക്ക് ഷീറ്റ് ഓഫ് 10th വേണം, 11th and 12th. ഓക്കെ, ആ മാർക്ക് ഷീറ്റുകൾ വേണം. അത് CBSE ആണെന്നുണ്ടെങ്കിൽ 12th മാത്രം ഫൈനൽ മാർക്ക് ലിസ്റ്റ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ സ്റ്റേറ്റ്സിൽ വേറെ ഏതെങ്കിലും സിലബസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഗൾഫിലൊക്കെ പഠിച്ച കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫൈനൽ 12th മാർക്ക് ലിസ്റ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഫ്രം സ്കൂൾ അതോറിറ്റീസ്, അത് ഇൻ ദ ഫോർമാറ്റ് ഗിവൺ ഇൻ അനക്ഷർ 11 അനക്ഷറിൽ പോയി കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് കിട്ടും. എന്തിനാണ്? പ്രൂഫ് ഓഫ് കംപ്ലീഷൻ ഓഫ് 11th and 12th സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ്. നമ്മൾ ഏത് സ്കൂളിൽ നിന്നാണോ 11th and 12th കംപ്ലീറ്റ് ചെയ്തത്, ഗൾഫിലെ സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. പെർസെൻറ്റേജ് ഓർ CGPA പ്രൊവൈഡഡ് ബൈ ദ പ്രിൻസിപ്പൽ, എന്താണ്, ഇൻ കേസ് CGPA ഇസ് ഓൺ എ ഡിഫറെൻറ്റ് സ്കെയിൽ സ്പെസിഫൈഡ് ഇസ് അവോർഡഡ് ഓർ ഇഫ് ഓൺലി ഗ്രേഡ്സ് ആർ അവോർഡഡ്. അപ്പോൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA ഇക്വലൻസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ CGPA എങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് ഇക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. പിന്നെ പ്രൂഫ് ഓഫ് 2 years ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫോറിൻ കൺട്രി ഇൻ കേസ് ഓഫ് NRIs ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ സ്റ്റഡി സർട്ടിഫിക്കറ്റോ ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൂഫ് ഓഫ് 2 years ഇൻ അനദർ കൺട്രി നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജോസൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അത് ഗൾഫിൽ നിന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ OCI അല്ലെങ്കിൽ PIO കാർഡ്, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ കാർഡ് അവർക്ക് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. കോപ്പി ഓഫ് പാസ്പോർട്ട് ഓഫ് പേരന്റ് വർക്കിംഗ് ഇൻ ഗൾഫ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ CIWG, കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് അണ്ടർ CIWG കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഇത്രയും ഡോക്യുമെന്റ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഏതൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് കോപ്പി ഓഫ് പാസ്പോർട്ട് ഓഫ് ദ പാരന്റ് നിർബന്ധമായിട്ടും വേണം. കോപ്പി ഓഫ് പാരന്റ്സ് വിസ വിത്ത് എ വാലിഡിറ്റി ഓൺ എനി ഡേറ്റ് ഇൻ ദ ഇയർ 2025. കോപ്പി ഓഫ് പാരന്റ്സ് വർക്ക് പെർമിറ്റ്, കാരണം CIWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന പാരന്റിന്റെ വിത്ത് എ വാലിഡിറ്റി ഓൺ എനി ഡേറ്റ് ഇൻ ദ ഇയർ 2025. സർട്ടിഫിക്കറ്റ് ഫ്രം ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ ആസ് പ്രൂഫ് ദാറ്റ് പാരന്റ് ഈസ് വർക്കിംഗ് ദർ. അവിടെ പാരന്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ് വേണം. ഓർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു 2025 ഒരു ഡേറ്റ് വരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതിന്റെ പ്രൂഫ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വേണം. ഇൻ കേസ് ക്ലാസ് 12 സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ് യെറ്റ്, ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 12th സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് റിസൾട്ട്സ് നോട്ട് യെറ്റ് ഡിക്ലെയർഡ് ഓർ റിസൾട്ട്സ് ഡിക്ലെയർഡ് ആൻഡ് അപ്ലൈഡ് ഫോർ റീവാലുവേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അണ്ടർടേക്കിംഗ് അനക്ഷർ 1 കാണുന്ന ഫോർമാറ്റിൽ എന്ത് ചെയ്യാം, ഒരു അണ്ടർടേക്കിംഗ് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, സെപ്റ്റംബർ 30 മുന്നേ നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയറിംഗ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡ്യൂറിംഗ് ദി അക്കാഡമിക് ഇയർ 2023-24 can also apply through ദാസ സീറ്റ് അലൊക്കേഷൻ പ്രോസസ്. 2023-24 കംപ്ലീറ്റ് ആയ ആളുകൾക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അതിൽ ദാസ വഴിയാണെന്നുണ്ടെങ്കിൽ ഈ എൻഡ് വരെയുള്ള ഡോക്യുമെന്റ്സ് മതി. CIWG കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണ് പാരന്റ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നതിന്റെ പ്രൂഫുകൾ മുഴുവൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയുമാണ് ഈ വർഷത്തെ ദാസ ഓർ CIWG അഡ്മിഷൻ പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെയാണ് ഫീസും ഡോക്യുമെന്റ്സ് കാര്യങ്ങളിലൊന്നും മാറ്റമൊന്നുമില്ല. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ദാസ, CIWG, അതുപോലെ CSAB സ്പെഷ്യൽ റൗണ്ട്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ രജിസ്ട്രേഷൻ ആക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടിട്ടുള്ള സിമിലർ ഇൻഫർമേഷൻസ് തന്നെയാണ്. ഇനി 2024 ദാസ സ്കീമിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ CIWGയുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു NIT കാലിക്കറ്റിൽ അഡ്മിഷൻ നേടുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കുറച്ചുകൂടി വലിയ റാങ്കുള്ള സ്റ്റുഡൻസിന് പോലും എന്ത് ചെയ്യും, പല NITസിലും അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, ഇനി കൂടുതൽ ഡൗട്ടുകളുള്ള ആളുകൾക്ക് താഴെ ചോദിക്കാം. അതുപോലെ തന്നെ ദാസാസ് ഓർ CIWG സ്കീം വഴി അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്, GCCയിലൊക്കെ +1+2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കും അവരുടെ പാരൻസിനും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ് ഈ ഒരു PDF ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്.